കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ കേരളത്തിലും നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ്. സർക്കാർ നടത്തുന്ന അവിശുദ്ധ നീക്കങ്ങളും പച്ചക്കള്ളങ്ങളും ജനമധ്യത്തിൽ പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള പി.എം. ശ്രീ പദ്ധതിയുടെ പേരിൽ മുൻ എൽ.ഡി.എഫ്. സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം തീർത്തും വ്യാജമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ പുറത്തുവന്നു. പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ എൽ.ഡി.എഫ്. സർക്കാർ കേന്ദ്രത്തിന് നൽകിയ കത്തിന്റെ കോപ്പി പുറത്തു വന്നതോടെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് യു.ഡി.എഫ്. നടത്തിയ കള്ളപ്രചാരണങ്ങളുടെ മുനയൊടിഞ്ഞു. കേന്ദ്ര ഫണ്ട് കൈപ്പറ്റിയെന്നും പദ്ധതിക്ക് എൽ.ഡി.എഫ്. അനുമതി നൽകിയെന്നുമുള്ള സതീശന്റെ വാദങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നും ബി.ജെ.പിയുമായുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമായി പി.എം. ശ്രീയും ലേബർ കോഡും കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് യു.ഡി.എഫ്. നീക്കമെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. പി.എം. ശ്രീയുമായി സഹകരിക്കില്ലെന്നും തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് അറിയിച്ച് കേന്ദ്രം കേരളത്തിന് കത്ത് നൽകിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ കഴിഞ്ഞ വർഷം നവംബർ 12 തന്നെ ഇക്കാര്യം കാണിച്ച് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി കേന്ദ്രത്തിന് കത്ത് കൈമാറിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 12 പദ്ധതി നടപ്പിലാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി കെ വാസുകി കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ കള്ളം പൊളിഞ്ഞു. പി.എം. ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള ആശങ്കകളും മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതിനാൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ഈ കത്തുകളുടെ ഉള്ളടക്കം. കഴിഞ്ഞ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനാൽ കേരളം നിലവിൽ പദ്ധതിയുടെ പങ്കാളിയാണെന്നും 99 കോടിയിലധികം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പരാമർശം. കേന്ദ്രം 106 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്രം ഇടപെടരുത്, സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്ത് നൽകണമെന്നവയാണ് തങ്ങളുടെ നിലപാടുകളെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ റോജി എം ജോൺ, പി.സി. വിഷ്ണുനാഥ്, എം ലിജു എന്നിവർ അംഗങ്ങളുമായ പുതിയ മന്ത്രിസഭാ ഉപസമിതിയെ പദ്ധതിയുടെ തുടർ നടപടികൾ പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുഖ്യന്റെ വാദങ്ങൾ പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വി ശിവൻകുട്ടി പറയുന്നുണ്ട്. പി.എം. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽ.ഡി.എഫ്. സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 1 രൂപയുടെ ഫണ്ട് പോലും വാങ്ങിയിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും മുൻ സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ലെന്നും ഇതിനായി സ്കൂളുകളുടെ ലിസ്റ്റ് പോലും കേന്ദ്രത്തിന് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പി.എം. ശ്രീയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ SSK ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക സജ്ജീകരണം മാത്രമാണ് മുൻ സർക്കാർ ചെയ്തത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് അത് നിർത്തിവെച്ചതായി കേന്ദ്രത്തെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കേരളത്തിന് ഉറപ്പായും നൽകേണ്ട SSK ഫണ്ട് പി.എം. ശ്രീ നടപ്പിലാക്കുന്നില്ലെന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുകയായിരുന്നുവെന്നും ശിവൻകുട്ടി പറയുന്നുണ്ട്. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മുൻപ് തന്റെ ചെയർമാൻഷിപ്പിൽ എൽ.ഡി.എഫ്. സർക്കാർ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നെങ്കിലും അത് യോഗം ചേരുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. നിലവിലെ യു.ഡി.എഫ്. സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ഉപസമിതി ജനങ്ങളെ പറ്റിക്കാനും കേന്ദ്രവുമായുള്ള അഡ്ജസ്റ്റ്മെന്റിനും വേണ്ടിയുള്ളതാണ്. പി.എം. ശ്രീ, ലേബർ കോഡ് പോലെയുള്ള ജനവിരുദ്ധ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാനാണ് യു.ഡി.എഫ്. ഒരുങ്ങുന്നതെന്നും ഇതിനായുള്ള ഡീൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബി.ജെ.പിയുമായി ഒപ്പിട്ട് കഴിഞ്ഞതായും വി ശിവൻകുട്ടി തുറന്നടിക്കുന്നുണ്ട്.